അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറല്ലാഹി അമ്മാ ബഅദ്. റിവൈവലിസം ആൻഡ് റിഫോമിസം, റിലീജിയൻ ഡിസ്കോഴ്സസ് എന്ന ഈ സെഷനിൽ വളരെ ഭംഗിയായി ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് സെയ്ദലി, അതുപോലെ പ്രിൻ്റ് കൾച്ചർ, റിഫോർമേഷൻ ആൻഡ് മുസ്ലിം ട്രഡീഷൻസ് ഇൻ കൊളോണിയൽ മലബാർ എന്ന വിഷയത്തിൽ വളരെ പ്രൗഢമായ ഒരു പ്രബന്ധം അവതരിപ്പിച്ച് അസ്ലം ES, അതുപോലെ കേരളത്തിൽ ഇസ്ലാമിക നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന നവോത്ഥാനത്തെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഡിസ്കോഴ്സുകളെ വളരെ വ്യവസ്ഥാപിതമായി, വളരെ അനാലിറ്റിക്കലായി ഇവിടെ അവതരിപ്പിച്ച അബ്ദുസ്സമദ് സി, അതുപോലെ റിഫോം, റിവൈവലിസം തുടങ്ങിയ ഈ കൺസെപ്റ്റുകളിനകത്ത് നിന്നുകൊണ്ട് കണ്ടംപററി കേരള സൊസൈറ്റിയിൽ ഇസ്ലാമിക് പേഴ്സൺഹുഡ് അല്ലെങ്കിൽ ഇസ്ലാമിക് സബ്ജക്റ്റിവിറ്റി രൂപപ്പെട്ടതിനെക്കുറിച്ച് സംസാരിച്ച്, സോഷ്യോളജിക്കൽ അതുപോലെ കണ്ടംപററി തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് സംസാരിച്ച മുജീബുർ റഹ്മാൻ വഴക്കുന്നൻ സാബ്, അതുപോലെ അവസാനമായി വിദ്യാഭ്യാസത്തിന് ജനകീയവൽക്കരണ മക്തൂമാർ സാധ്യമാക്കാൻ നവോത്ഥാന വഴി എന്ന വിഷയത്തിലൂന്നി സംസാരിച്ച APM സുഹൈൽ വാഫി അവർകൾ, അതുപോലെ ഈ സെഷൻ ശ്രമിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള റിസർച്ച് സ്കോളേഴ്സ്, സുഹൃത്തുക്കൾ, ഞാൻ കൂടുതലായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സമയത്തിൻ്റെ പരിമിതി മനസ്സിലാക്കി വളരെ കൃത്യമായി 10-15 മിനിറ്റ് മാത്രമാണ് ഞാനിവിടെ എടുക്കുന്നത്. റിഫോമിസം, റിവൈവലിസം തുടങ്ങിയിട്ടുള്ള കാഴ്ചപ്പാടുകൾ രണ്ട് രീതിയിലൂടെ നോക്കിക്കാണാമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഒന്ന്, ഈ റിവൈവലിസം അതുപോലെ റിഫോമിസം എന്നുള്ളതിന് ശരിക്കും ഇസ്ലാമിക സംജ്ഞ, ഇസ്ലാമിക ടെർമിനോളജി, ഇസ്ലാമിക് എപ്പിസ്റ്റമോളജിയിൽ കൃത്യമായി പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാഴ്ചപ്പാടുകളാണ്. അതേപോലെ റിവൈവലിസം, റിഫോമിസം എന്നുള്ളതിന് ഇന്ന് മോഡേൺ സോഷ്യൽ സയൻസ് പെർസ്പെക്റ്റീവിൽ നിന്ന്, അല്ലെങ്കിൽ 15-ാം നൂറ്റാണ്ട് നടന്നുകൊണ്ട്, പ്രത്യേകിച്ച് പറഞ്ഞ 15-ാം നൂറ്റാണ്ടിൽ നടന്ന ക്രിസ്ത്യാനിറ്റി നടന്ന ഈ റിഫോർമേഷൻ പശ്ചാത്തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, അതുപോലെ റിലീജിയനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന റിവോൾട്ടുകൾക്കോ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റുകൾക്കോ ഒക്കെ അതിൻ്റെ പരിണിതിയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രവണതകളെയും സൂചിപ്പിക്കുന്ന രീതിയിൽ റിഫോർമേഷനെ നോക്കിക്കാണുന്ന ഈ രണ്ട് സംഗതികളെയും വെച്ചിട്ട് നമുക്ക് ഇസ്ലാമിനകത്ത്, മുസ്ലിങ്ങൾക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവണതകളെ എങ്ങനെ നോക്കിക്കാണാമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുമായിട്ട് ആദ്യം പറഞ്ഞ കാഴ്ചപ്പാട്, അഥവാ ഇസ്ലാമിക ട്രഡീഷൻ ഉൾക്കൊള്ളുന്ന റിവൈവലിസവും റിഫോമിസവും എന്താണ്, അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഫസ്റ്റ്. ഉണ്ടെങ്കിൽ അത് എങ്ങനെ മനസ്സിലാക്കാം? ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് ജോൺ ഓബർട്ട് വോൾ, കേട്ടിട്ടുണ്ടായിരിക്കും, J.O. വോൾ. അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, റിവൈവലിസം ആൻഡ് റിഫോമിസം എന്നുള്ള ഒരു ടോപ്പിക്. അത് എക്സ്പോസിറ്റ് എഡിറ്റ് ചെയ്ത റിസർച്ച് ആൻഡ് ഇസ്ലാമിൻ്റെ ഒരു ഭാഗത്ത് ഒരു ചാപ്റ്ററായിട്ട് വരുന്നതാണ്. അത് ഈ സമയത്ത് വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറയുന്നത് ഇസ്ലാമിക് ട്രഡീഷൻ അകത്ത് തന്നെ റിവൈവലിസവും റിഫോമിസവും ഉണ്ട്. അദ്ദേഹം പറയുന്നത് റിവൈവൽ എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ തെജ്ദീദ് എന്നാണ് ശരിക്കും അറബിയിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ. അതുപോലെ ഇസ്ലാഹ് എന്നുള്ളതാണ് ശരിക്കും ഈ റിഫോം എന്നുള്ള ഉദ്ദേശിക്കുന്ന ഇസ്ലാഹ്. അപ്പോൾ ഇസ്ലാഹ് എന്നുള്ളത് നമുക്കറിയാം, ഖുർആനിൽ തന്നെ പല നബിമാരെ കുറിച്ചും പറഞ്ഞിട്ടുള്ള ഇനമാണ് മുസ്ലിം ആയിട്ടാണ്, ഇസ്ലാഹിന് വേണ്ടിയിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മതങ്ങൾ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശേഷം വന്നിട്ടുള്ള എല്ലാം നാം പറയുന്നത് ഇസ്ലാം ഒരൊറ്റ പ്രത്യയശാസ്ത്രമാണ്, ഒറ്റ മതമാണ്, ഒരു ദീൻ ഒന്ന് മാത്രമാണല്ലോ. ഈ ദീൻ, ഇസ്ലാം എന്നുള്ള ദീൻ തുടക്കം മുതൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ വരുന്ന പ്രവാചകന്മാർ എല്ലാവരും കൊണ്ടുവന്ന ഒരൊറ്റ ദീനാണ്, ഒരൊറ്റ മതമാണ്, ഇസ്ലാം മാത്രമാണ്. ഈ ഇസ്ലാമിനകത്ത് പലപ്പോഴായിട്ട് പല സമയങ്ങളിലായിട്ട് അതിൻ്റെ നമുക്ക് ഡീഗ്രഡേഷൻ സംഭവിച്ചിട്ടകത്ത്, കൂട്ടിച്ചേരൽ സംഭവിച്ചിട്ടുണ്ട്, തഹരീഫുകൾ പലതും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഇസ്ലാഹിന് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുണ്ട്. അങ്ങനെ അവർ മുസ്ലിങ്ങളായിട്ട് നിലവന്ന് റിഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇസ്ലാമിക് ട്രഡീഷൻ്റെ ഭാഗമാണ്. റിഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ തെജ്ദീദ് എന്നുള്ളതോ, നവോത്ഥാനം എന്നുള്ളത് റിഫോർമേഷനകത്ത് സംഭവിക്കുന്ന ഒരുപക്ഷെ ഇസ്ലാമിനകത്ത് കടന്നു കൂടിയിട്ടുള്ള വിഷയങ്ങളെ
മുറിച്ച് കളയുക, ഇല്ലാതാക്കി കളയുക, അതിനെ കൃത്യമായി റിഫൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഈ റിഫോർമേഷൻ എന്നുള്ള സംഗതി എടുക്കുന്നത്. റിഫോം ചെയ്യുക, റിഫൈൻ ചെയ്യുക. അത് നടന്നിട്ടുണ്ട്. പിന്നീട് തെജ്ദീദ് എന്നുള്ള കാഴ്ചപ്പാട് എങ്ങനെ? തെജ്ദീദ് തന്നെ നവോത്ഥാനം, ഒരു പുതിയ റീ അവൈക്കനിങ്, തെജ്ദീദ്. ഇതും ഇസ്ലാമിക പാരമ്പര്യത്തിൽ നമ്മൾക്ക് നമുക്കറിയാം. ഒരു ഹദീസായിട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഒരു സംഗതി നമുക്കറിയാം. എല്ലാ കർണിൻ്റെയും തുടക്കത്തിൽ ഒരു മുജദ്ദിദ് ഇല്ലാതെ കഴിഞ്ഞു പോയിട്ടില്ല എന്ന്. എല്ലാ നൂറ്റാണ്ടുകളുടെയും തുടക്കത്തിൽ അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ടിൽ ഒരു മുജദ്ദിദ് എന്തായാലും ഉണ്ടാകുമെന്നൊരു ഹദീസ് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം തെജ്ദീദിന് വേണ്ടിയിട്ട് എല്ലാ നൂറ്റാണ്ടുകളിലും ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് സമൂഹം, ഇസ്ലാമിക് ട്രഡീഷൻ തെജ്ദീദിന് ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതുമാണ്. സ്വാഭാവികമായിട്ടും ഇസ്ലാമിക സമൂഹത്തിന്, മുസ്ലിം സമൂഹത്തിന്, ഇസ്ലാമിക് ട്രഡീഷനെ സംഭവിക്കാവുന്ന ഏത് സമൂഹത്തിന് സംഭവിക്കാവുന്ന രീതിയിലുള്ള മൂല്യച്യുതികളും അതുപോലെ ഒരു പാസീവായിരുന്ന അവസ്ഥയും അതുപോലെ ഇനാക്ഷനും ഒക്കെ സംഭവിക്കുകയാണ്. ഈ സമയത്ത് അവർ റിയാവേക്ക് ചെയ്യുക എന്നുള്ളത് ഒരു സമുദായം എന്നുള്ള രീതിയിൽ, ഒരു മതസമൂഹം എന്നുള്ള രീതിയിലൊക്കെ ബാധ്യതയാണ്. നമുക്ക് ഇമാം ഗസാലി തങ്ങൾ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ആ ഇഹ്യ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന ശരിക്കും നടക്കുക റിവൈവിങ് ഓഫ് ഇസ്ലാമിക് ട്രഡീഷൻ, ഇസ്ലാമിക് നോളേജ് എന്നാണ്. ഇസ്ലാമിക് നോളേജ് സിസ്റ്റം, ഇസ്ലാമിക് ട്രഡീഷൻസ് ഒക്കെ ഒരിക്കൽ മറക്കപ്പെട്ടിരുന്ന, അതല്ലെങ്കിൽ അതൊക്കെ സൈഡിലൈൻ ചെയ്യപ്പെട്ട, മാർജിനലൈസ് ചെയ്യപ്പെടുകയും വേറെ എന്തൊക്കെയോ റിച്വൽസും ട്രഡീഷൻസും കസ്റ്റംസ് ഒക്കെ മുസ്ലിം സമൂഹത്തിൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തിരുന്ന ആ സമയത്ത് റിവൈവ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് അദ്ദേഹം ഇഹ്യാ ഉലൂമുദ്ദീൻ എന്നുള്ള റിവൈവൽ എന്നുള്ള രീതിയിൽ ടോപ്പിക് പോലും കൊടുത്തിട്ടാണ് അദ്ദേഹം ആ ഗ്രന്ഥരചന നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ഒരു മുജദ്ദിദായിരുന്നു. ഇതുപോലെ കാലഘട്ടത്തിൻ്റെ പല സമയത്തായിട്ട് പല നൂറ്റാണ്ടുകൾ വർഷം ഒരുപാട് മുജദ്ദികൾ വന്നിട്ടുണ്ട് കേരളത്തിലും, അതുപോലെ ഇന്ത്യയിലും, അതുപോലെ പല ഭാഗത്തിലായിട്ട്. അവരൊക്കെ ചെയ്തിട്ടുള്ള ശരിക്കും തെജ്ദീദ് റിവൈവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഒരു ഭാഗത്ത് ഇസ്ലാമിക് ട്രഡീഷൻ്റെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ. രണ്ടാമത് ആധുനിക പ്രജ്ഞകളുമായിട്ട് അല്ലെങ്കിൽ ആധുനിക സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻസിലും അതുപോലെ മറ്റുള്ള സമൂഹങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന മതപരിഷ്കരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നുള്ള ഒരു റിഫോർമേഷൻ മാറുന്നുണ്ട്. ഇത് ശരിക്കും മതപരിഷ്കരണം എന്നുള്ള രീതിയിൽ നടക്കുന്ന ഒരു സംവിധാനം, അത് യഥാർത്ഥത്തിൽ അതും നാം ഉദ്ദേശിക്കുന്ന ഇസ്ലാമും തമ്മിലുള്ള ബന്ധം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞൊരു സംഗതിയുണ്ട്, കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതായത് ഈ മതനവോത്ഥാനം എന്നുള്ള രീതിയിൽ മതപരിഷ്കരണവാദത്തെ മതനവോത്ഥാനമായി തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥ കേരളത്തിലുണ്ട്. മതനവോത്ഥാനവുമായിട്ട് അനലൈസ് ചെയ്യപ്പെടുമ്പോഴേക്കും മതനവോത്ഥാനവും മതപരിഷ്കരണവുമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇത് രണ്ടാണ്. കാരണം മതപരിഷ്കരണത്തിനകത്തുള്ള കണ്ടന്റും നവോത്ഥാനത്തിനകത്തുള്ള കണ്ടന്റും രണ്ടാണ്. പരിഷ്കരണം എന്ന് പറയുമ്പോൾ അതിന് ഇമ്മീഡിയറ്റ് ടാർഗറ്റ്, ഇമ്മീഡിയറ്റ് ഫോക്കസ് ഓഫ് സംതിങ് ടു ബി നെഗറ്റഡ് അല്ലെങ്കിൽ ടു ബി, ആ രീതിയിലാണ് ശരിക്കും ഈ പരിഷ്കരണത്തിനകത്ത് വരുന്നത്. തെജ്ദീദ് എന്ന് പറഞ്ഞാൽ വി ആർ ജസ്റ്റ് ഗോയിങ് ടു അണ്ടർസ്കോർ വാട്ട് ഈസ് ആക്ച്വലി എക്സിസ്റ്റിംഗ് ആൻഡ് വി വാണ്ട് ടു ഗോ ബാക്ക് ആൻഡ് വി ഹാവ് ടു റിവൈവ് ഇറ്റ്. ഇത് രണ്ടാണ്. പക്ഷേ ഇന്ന് നവോത്ഥാനം എന്നുള്ള രീതിയിൽ നാം കേരളത്തിൽ പോലും ആലോചിക്കുന്ന മതപരിഷ്കരണത്തിനകത്ത് നിന്നുകൊണ്ടാണ്. ശരിക്കും ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിലടക്കം വന്നിട്ടുള്ള ഈ മതപരിഷ്കരണം അല്ലെങ്കിൽ റിഫോർമേഷൻ എന്നുള്ള സംഗതി മനസ്സിലാക്കേണ്ടത് മൊത്തം ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രവണത സോഷ്യോ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ കണ്ടക്സ്റ്റിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും കൊളോണിയൽ കണ്ടക്സ്റ്റിലാണ് അത് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഈ കൊളോണിയലിസവുമായി വന്നിട്ടുള്ള റെസ്പോൺസുകൾ അത് പല സമയത്തും പല ലോകങ്ങളും പല പ്രദേശങ്ങളിലും വ്യത്യസ്ത രീതിയിലാണ് റെസ്പോൺസ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ റെസ്പോൺസുകൾ ഇപ്പോൾ ശരിക്കും ഈ റെസ്പോൺസുകൾ നമുക്ക് എല്ലാം തന്നെ റിലീജിയസ് ആണ് എന്ന് പറഞ്ഞുകൂടാ. പലതും സോഷ്യലാണ്, പലതും പൊളിറ്റിക്കലാണ്. പക്ഷെ സോഷ്യലായിട്ടുള്ള, പൊളിറ്റിക്കലായിട്ടുള്ള, റിലീജിയസ് എല്ലാ സംഗതികളും നമ്മൾ റിഫോർമേഷൻ അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് അകത്തെ കൊണ്ടുവരുമ്പോഴുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മൊത്തം നടന്നുകൊണ്ടുള്ള മൂവ്മെന്റുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 4-5 രീതിയിലുള്ള മൂവ്മെന്റുകൾ കാണാൻ പറ്റും. ഇവിടെ നടന്നുള്ള ഡിസ്കഷൻ അനുസരിച്ച് കൂടി ഞാൻ പറയുകയാണ്. ഒന്ന്, ഈ കൊളോണിയലിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണം, റെസ്പോൺസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പ്രതികരണം, ഒരു മേജർ പ്രതികരണമായിരുന്നു. ഫസ്റ്റ് പ്രതികരണം എന്ന് പറയാവുന്ന പ്രതികരണമായിരുന്നു റിഫോമിസം എന്നുള്ളത്. റിഫോമിസം എന്നുള്ള ഒരു കാഴ്ചപ്പാട് തുടക്കത്തിലുണ്ട്. ഞാൻ റിഫോമിസ്റ്റുകളായിട്ട് ഞങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനമാണ് എന്നുള്ള ഇസ്ലാഹാണ് എന്ന് പറഞ്ഞു വന്നുള്ള ഒരു സംഗതി മൊത്തം ലോകത്തിന് പല ഭാഗത്തുണ്ടായിരുന്നു. രണ്ടാമത് മോഡേണിസം അല്ലെങ്കിൽ ഇസ്ലാമിക് മോഡേണിസം എന്നുള്ള ഒരു രണ്ടാമത്തെ കാഴ്ചപ്പാട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറയാം എന്താണെന്ന്. മൂന്നാമത് വെസ്റ്റേണൈസിങ് മോഡേണിസം പോലെ, പിന്നീട് അറബ് സോഷ്യലിസം, അറബ് ഐഡന്റിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ലാസ്റ്റ് വന്നൊരു ഇസ്ലാമിസം എന്നുള്ള രീതിയിൽ
പിന്നീട് എൻ്റെ സുഹൃത്തുക്കളുടെ പോസ്റ്റ് ഇസ്ലാമിസം, അത് വേണമെങ്കിൽ ഒന്നുകൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഓരോ കണ്ടക്സ്റ്റിലും ഓരോ ഡിസ്കോഴ്സിനകത്ത് നടന്നിട്ടുള്ള അതിൻ്റെ ഈ ഓരോ ഡിസ്കോഴ്സിൻ്റെയും കണ്ടന്റ് അല്ലെങ്കിൽ ഫോക്കസ് എന്ന് പറയുന്ന വ്യത്യസ്തങ്ങളാണ്. ഫസ്റ്റ് പറയുന്ന ആ ഒരു റെസ്പോൺസ്, ഈ റിഫോർമേഷൻ്റെ അകത്ത് നടക്കുന്ന സംഗതി പ്രത്യേകിച്ച് എന്തായിരുന്നു, അതിൻ്റെ ശരിക്കും തുടക്കത്തിൽ പറയുന്നൊരു സംഗതി തന്നെ ഗോ ബാക്ക്, അങ്ങനെ റീവിസിറ്റിംഗ് ദ എക്സിസ്റ്റിംഗ് ടെക്സ്റ്റ് ആൻഡ് എക്സിസ്റ്റിംഗ് പ്രാക്ടീസസ്. നിലനിൽക്കുന്ന ടെക്സ്റ്റുകളെയും നിലനിൽക്കുന്ന പ്രാക്ടീസുകളെയും റീവിസിറ്റ് ചെയ്യാനുള്ള ഒരു ഉൾവിളി അല്ലെ ഒരു ഉത്ബോധനമായിരുന്നു, അല്ലെങ്കിൽ ഒരു വിളിയാളമായിരുന്നു ശരിക്കും ഈ റിഫോർമേഷന് തുടക്കം. അതായത് നിലവിലുള്ള നമ്മുടെ സമൂഹം എന്ന് പറയുന്ന ഈ കൊളോണിയലിസത്തിൻ്റെ സമയത്ത് നമുക്കറിയാം, കേരളത്തിൽ പോലും സംഭവിച്ചു, നമുക്ക് ആകെ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗമായി എന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു പവറും ഇല്ലാത്തൊരവസ്ഥ. നമുക്ക് 1920 ശേഷം 1920 ഖിലാഫത്തിൻ്റെയൊക്കെ ശേഷം സംഭവിച്ച ഒരു ശക്തി നഷ്ടപ്പെട്ടിട്ടുള്ള, അതായത് എക്കണോമിക്കൽ മാത്രമല്ല, എക്കണോമിക്കൽ ആകെ തകർത്തു. എക്കണോമിക് മാത്രമല്ല, സോഷ്യോ കൾച്ചറൽ എഡ്യൂക്കേഷൻ എല്ലാ രംഗത്തേക്കും നമ്മൾ ആകെ അടിച്ചമർത്തപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷം കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇത് ഒന്നുകൂടി ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം, നമ്മുടെ ഓരോ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളും അതുപോലെ നമ്മളെ ഏറ്റവും വലിയ ഇസ്ലാമിക സംസ്കൃതിയുടെയും ഇസ്ലാമിക നാഗരികതയുടെയും ഒക്കെ ഈറ്റിലും പോറ്റിലും അതുപോലെ അതിൻ്റെ എപ്പിസെൻറ്റേഴ്സ് ഒക്കെ ആയിരുന്ന പല ഭാഗങ്ങളും സ്പെയിൻ അടക്കം തുടങ്ങിയിട്ടുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഒക്കെ നഷ്ടപ്പെട്ട്, അതുപോലെ ഫ്രഞ്ച് കോളനികളും ഒക്കെ ആയി തീർന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തായിരുന്ന അവസ്ഥ. അപ്പോൾ അതുമായിട്ട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് ആലോചിച്ചും പല രീതിയിലുള്ള റെസ്പോൺസുകളൊന്നും നമുക്ക് എല്ലാ കാലത്തും സംഭവിച്ചുള്ള ഫസ്റ്റ് കോൾ അത് തന്നെയാണ്. നമുക്ക് എന്താണ് നമുക്ക് സംഭവിച്ചത് എന്നുള്ള പോലും ആലോചിക്കുന്നതാണ്. അപ്പോൾ ആലോചിച്ചപ്പോൾ അവർ പെട്ടെന്ന് കണ്ടെത്തിയുള്ളൊരു, നാം യഥാർത്ഥ ടെക്സ്റ്റിൽ നിന്ന് അകന്നിട്ടുണ്ട്, നാം യഥാർത്ഥ ഇസ്ലാമിക് പ്രാക്ടീസിൽ നിന്ന് അകന്നിട്ടുണ്ട്. അതുകൊണ്ട് ദ ഓൺലി സൊല്യൂഷൻ ടു സ്ട്രെങ്തൻ ourselves is to go back to our fundamental text and fundamental practices. ഇവിടെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് റിലീജിയൻ നടന്നത്. വാട്ട് ആർ ദ ഫണ്ടമെന്റൽ ടെക്സ്റ്റ് ആൻഡ് വാട്ട് ആർ ദ ഫണ്ടമെന്റൽ പ്രാക്ടീസസ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ടെക്സ്റ്റും പ്രാക്ടീസും ലോകത്തിൽ മുസ്ലിം സമൂഹം ഏറ്റെടുത്ത പല രീതിയിലാണ്. ടെക്സ്റ്റുകളും പ്രാക്ടീസുകളെയും എൻ്റെ സോഷ്യോളജിയുടെ എൻ്റെ PhD തീസിസ് അതുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ്. ഈ ടെക്സ്റ്റുകളെയും പ്രാക്ടീസുകളെയും തന്നെ ശരിക്കും ഒരു യൂണിവേഴ്സലൈസ് ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. അതായത് ഈ ടെക്സ്റ്റുകളുടെ തന്നെ സ്പ്രെഡ് വ്യത്യസ്ത രീതിയിലാണ് വ്യത്യസ്ത മുസ്ലിം രാജ്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതായത് ആഫ്രിക്കൻ രാജ്യങ്ങൾ, അതുപോലെ യമൻ, മറ്റുള്ള ഭാഗങ്ങൾ തുടങ്ങിയിട്ടുള്ള, അതുപോലെ നമ്മൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ടെക്സ്റ്റിൻ്റെ പ്രവാഹവും, സെൻട്രൽ ഏഷ്യ അതുപോലെ മറ്റുള്ള മധ്യേഷ്യയിൽ നിന്ന് മിഡിൽ ഈസ്റ്റിൽ നിന്ന് സെൻട്രൽ ഏഷ്യയിലേക്ക് എത്തുന്ന അതിൻ്റെ ഒരു പ്രവാഹവും, ആഫ്രിക്കൻ രാജ്യങ്ങൾ ടെക്സ്റ്റിൻ്റെ സ്പ്രെഡും ഒക്കെ വ്യത്യസ്ത രീതിയിലാണ്. ഈ ടെക്സ്റ്റിൻ്റെ സ്പ്രെഡിനനുസരിച്ച് തന്നെ അതിൻ്റെ പ്രാക്ടീസുകൾക്കകത്ത് വ്യത്യസ്ത രീതിയിലുള്ള പ്രാക്ടീസുകൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റുകളെയും പ്രാക്ടീസുകളെയും നമ്മൾ ഇസ്ലാമിക് സമൂഹത്തിൽ മനസ്സിലാക്കും പല രീതിയിലുള്ള ടെക്സ്റ്റുകളുണ്ട്. ടെക്സ്റ്റുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഖുർആനും സുന്നത്തും ഒരു ടെക്സ്റ്റ്. അത് മാത്രമല്ല, ശരിക്കും ഇസ്ലാമിക സമൂഹത്തിലെ അവരുടെ ദൈനംദിന ജീവിതത്തെയും അതുപോലെ ഇവിടെ പറയപ്പെട്ട മുസ്ലിം സബ്ജക്റ്റിവിറ്റിയെ നിയന്ത്രിക്കുന്ന ആ ഒരു ഖുർആൻ സുന്നത്ത് മാത്രമല്ല, അതിപ്പോഴും അങ്ങനെയല്ല. കാരണം ഈ ഫണ്ടമെന്റൽ ടെക്സ്റ്റുകളുണ്ട്. ഖുർആൻ സുന്നത്തിലേക്ക് നോക്കിയിട്ടല്ല ഇവിടെയുള്ള ഒരു ആം ആദ്മി ഇസ്ലാം എന്താ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ഇമ്മീഡിയറ്റുള്ള അതോറിറ്റി ഉണ്ട്. അദ്ദേഹം മനസ്സിലാക്കിയ ടെക്സ്റ്റ്, അദ്ദേഹം പഠിച്ചുള്ള ഫിഖിന്റെ കിതാബ് എന്താണ്, അദ്ദേഹം അഖ്ലാഖിന്റെ കിതാബ് എന്താണ്, അല്ലേ? അതിൽ നിന്നാണ് ശരിക്കും അയാളുടെ സബ്ജക്റ്റിവിറ്റി രൂപപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ടെക്സ്റ്റുകൾ നമ്മൾ ഏത് രീതിയിൽ മനസ്സിലാക്കാം? ടെക്സ്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഫണ്ടമെന്റൽ ടെക്സ്റ്റുകളുണ്ട്, അതൊക്കെ അത് എല്ലാവരും യൂണിവേഴ്സലായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ടെക്സ്റ്റാണ്. അതിന് പുറമെ ഡിസ്കേഴ്സീവ് ടെക്സ്റ്റുകൾ എന്ന് പറയുന്ന ടെക്സ്റ്റുകൾ നമുക്ക് കണ്ടെത്തേണ്ടത്. ഡിസ്കേഴ്സീവ് ടെക്സ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ ഫണ്ടമെന്റൽ ടെക്സ്റ്റുകളുമായിട്ട് സംവദിച്ചുകൊണ്ട് അതിനെ എലോബറേറ്റ് ചെയ്യുന്ന ടെക്സ്റ്റുകളാണത്. എന്താണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഓരോ സംഗതികളും പറയുന്ന സമയത്ത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുമായിട്ട് അതിനെ ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ, അനലൈസ് ചെയ്യുന്ന അതുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട, അങ്ങനെയാണ് വ്യത്യസ്ത മദ്ഹബുകൾ രൂപപ്പെടുന്നത്, ഡിസ്കസീവ് ടെക്സ്റ്റുകൾ വരുന്നത്. അതിന് പുറമെ നമുക്കറിയാം വ്യത്യസ്ത ഭാഗങ്ങളിലായിട്ട് നടക്കുന്ന ഇപ്പോൾ ഈ പ്രിന്റ് കൾച്ചറിനെ കുറിച്ച് പറയുകയുണ്ടായി. യഥാർത്ഥ പ്രിന്റ് കൾച്ചർ വന്നതോട് കൂടിയിട്ട് ശരിക്കും കുറച്ചും കൂടി റീഫോമുലേറ്റ് ചെയ്ത് കുറച്ചും കൂടി ഒരു യൂണിവേഴ്സൽ അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി മോണോലിത്തിക് ആയിട്ടുള്ള കൾച്ചറിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന കാഴ്ചപ്പാടൊക്കെ സാധാരണഗതിയിൽ പങ്കുവെക്കപ്പെടാറുണ്ട്. ശരിക്കും ഈ ടെക്സ്റ്റിൽ പ്രിന്റ് കൾച്ചർ വരുന്നതിന് മുമ്പ് തന്നെ ടെക്സ്റ്റിന് വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന വിഭാഗമാണ് മുസ്ലിം സമൂഹം. അവരെ സംബന്ധിച്ചിടത്തോളം ടെക്സ്റ്റ് എന്നുള്ളത് വളരെ പ്രധാനമാണ്.
കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് നമുക്കറിയാം, തറക്തു ഫീക്കും അംറൈൻ ലം തദ്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തി റസൂലിഹി. രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ച് പോകുന്ന, ആ രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിക്കും. ഒന്ന് ടെക്സ്റ്റാണ്, രണ്ടാമത് പ്രാക്ടീസാണ്. നാം കിതാബുല്ലാഹ് എന്നാണ് എൻ്റെ അള്ളാഹുവിൻ്റെ കിതാബ് എന്ന ടെക്സ്റ്റ്, സുന്നത്ത് റസൂൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ എന്ന് പറഞ്ഞ പ്രാക്ടീസുകൾ. അപ്പോൾ ഈ ടെക്സ്റ്റും പ്രാക്ടീസും ഒരേപോലെ പ്രാധാന്യമുള്ളതാണെന്ന് തുടക്കം മുതലേ വിശ്വസിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും അത് വിഭാവനം ചെയ്യുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ. അതുകൊണ്ട് ഒരിക്കലും ടെക്സ്റ്റിൻ്റെ പ്രാധാന്യം ഒരിക്കലും നഷ്ടപ്പെട്ടുണ്ടായിരുന്നില്ല. മതം ഈ ടെക്സ്റ്റ് പലപ്പോഴും പ്രിന്റ് രൂപത്തിൽ എത്താത്തത് കൊണ്ട് കേരളത്തിലൊക്കെ ഉണ്ടായിരുന്ന പലപ്പോഴും ഹാജിയോഗ്രഫിക് അല്ലെങ്കിൽ പല പോയംസ് ആയിട്ട് കസീതകളും അല്ലെങ്കിൽ സെബീന രൂപത്തിലൊക്കെ പാട്ടുകളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്നത് ശരിക്കും തരത്തിൽ ആളുകളെ ഒരു വ്യത്യസ്ത രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. അതിന് ശരിക്കും ഹാജിയോഗ്രഫിക് ടെക്സ്റ്റുകൾ ഉണ്ടായിരുന്നു, ഡിഡാക്റ്റിക് ടെക്സ്റ്റുകളുണ്ട്. ഡിഡാക്റ്റിക് ടെക്സ്റ്റുകളും ഹാജിയോഗ്രഫിക് ടെക്സ്റ്റുകളും ഡിസ്കസീവ് ടെക്സ്റ്റുകളും ഒക്കെ വരുന്ന ഒരു ടെക്സ്റ്റൽ ഒരു ക്ലസ്റ്റർ തന്നെ ഓരോ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഈ ഓരോ ലോക്കൽ കണ്ടക്സ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇത്രയും ടെക്സ്റ്റുകൾ മനസ്സിലാക്കാതെ ഈ ടെക്സ്റ്റുകൾ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടതും ഈ യൂണിവേഴ്സൽ അല്ലെങ്കിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഖുർആൻ സുന്നത്തുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ കൃത്യമായി മനസ്സിലാക്കാതെ നമുക്ക് ഈ ഇസ്ലാം എന്താണ്, മുസ്ലിം ട്രഡീഷൻ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഉടനെ തന്നെ നമ്മൾ ഒരു സാധനം കാണുമ്പോൾ ഇത് ശരിക്കും അൺഇസ്ലാമിക് ആണ് എന്ന് പറഞ്ഞ പ്രവണത യഥാർത്ഥത്തിൽ ശരിക്കും വലിയൊരു ഇസ്ലാമിക് ട്രഡീഷനെ നമ്മൾ നെഗറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. പലപ്പോഴും നമ്മൾ ഈ തുടക്കത്തിൽ ഈ കൊളോണിയലിസം വരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു പ്രശ്നം അതാണ്. പെട്ടെന്ന് തന്നെ നാം ഖുർആൻ സുന്നത്തിലേക്കും തിരിച്ചു പോകണം. എങ്ങനെ തിരിച്ചു പോകണം? ഒരു അറബി അറിയുന്ന ആൾ തന്നെ പിന്നെ ഖുർആൻ മനസ്സിലാക്കാനും ഖുർആൻ തഫ്സീർ ചെയ്താനും പിന്നെ ഒരു പ്രൊഫസർ കാഫി ഹേ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു നമ്മൾ ഡിസ്കസ് പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുന്നു എന്നുള്ളത്. അപ്പോൾ അതുണ്ടാക്കിയിട്ടുള്ള അപകടങ്ങൾ വളരെ വലുതായിരുന്നു. ഇത് ശരിക്കും റിഫോർമേഷൻ ലോകത്ത് മുസ്ലിം ലോകത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രശ്നവും രണ്ട് സംഗതിയാണ്, വലിയ രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതായത് ടെക്സ്റ്റുകളുടെ ഒതൻറ്റിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉയർത്തി, അതുപോലെ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഉലമാക്കൾ സ്കോളേഴ്സിൻ്റെ അതോറിറ്റിയെ ചാലഞ്ച് ചെയ്തു. ഈ അതോറിറ്റിയെയും ഒതൻറ്റിസിറ്റിയെയും സംബന്ധിച്ചുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ പുതിയ രീതിയിലുള്ള ഈ റിഫോമിസ്റ്റ് മൂവ്മെൻറ്റുകൾ മൊത്തം ലോകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിണിത ഫലം എന്ന് പറഞ്ഞാൽ പല രീതിയിൽ വ്യത്യസ്ത രീതിയിൽ പിന്നെ അതോറിറ്റി ആയിട്ട് രംഗത്ത് പ്രവേശിക്കുന്ന ആളുകളും ഇസ്ലാമിനെയും മുസ്ലിം ട്രഡീഷൻസൊക്കെ വേണ്ട രീതിയിൽ കൊണ്ടുപോകുന്നത് ചെയ്യുന്ന അങ്ങനെയുള്ള ഫണ്ടമെൻ്റലിസ്റ്റ് അല്ലെങ്കിൽ ഭീകരവാദം എന്തൊക്കെയുണ്ടോ എല്ലാ പ്രവണതകൾക്കും ആക്കം കൂട്ടുന്ന രീതിയിലേക്ക് ഒരു സംഗതി പോയി. പിന്നീട് നമുക്ക് കാണാവുന്ന സംഗതി നമുക്കറിയാം മോഡേണിസം എന്നുള്ളൊരു കാഴ്ചപ്പാട്, ഇസ്ലാമിക് മോഡേണിസം. അതായത് അതിലുണ്ടായിരുന്നത് ശരിക്കും ഓക്കെ ഖുർആനും സുന്നത്തും ഒക്കെ, അതിന് പുറമെ നമുക്ക് വേണ്ടത് വെസ്റ്റേൺ കൾച്ചർ കൊണ്ടുവരുന്ന ഒരുപാട് നല്ല സാധ്യതകളുണ്ട്. ഈ വെസ്റ്റേൺ കൾച്ചർ കൊണ്ട് ഈ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ വെസ്റ്റേൺ മോഡലിലേക്ക് റീമോഡൽ ചെയ്യേണ്ടതുണ്ട്, അതിനെ അങ്ങനെ റീഓർഗനൈസ് ചെയ്യേണ്ടതുണ്ട് എന്ന വാദം രണ്ടാമത്തെ ഘട്ടത്തിൽ റിഫോർമേഷൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന സംഗതിയാണത്. അതായത് വെസ്റ്റേൺ ലോകത്ത് നടക്കുന്ന അല്ലെങ്കിൽ വെസ്റ്റേൺ യൂറോപ്യൻ കൾച്ചർ കൊണ്ടുവന്നിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും മറ്റൊക്കെ വന്നിട്ടുള്ള പുതിയ സാധ്യതകളൊക്കെ കൊണ്ടുവരിക. അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന നമ്മളെ ഫണ്ടമെൻ്റൽ ടെക്സ്റ്റുകളെയൊക്കെ നമ്മൾ ഈ വെസ്റ്റേൺ അല്ലെങ്കിൽ സയൻറ്റിഫിക് നോളജുമായിട്ട് കമ്പാറ്റിബിലിറ്റി അനലൈസ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നില്ല. ആ മോഡേണിസവും ഇസ്ലാമിക് മോഡേണിസവുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയായിരുന്നു. പിന്നീട് വന്ന ഒരു വലിയ സംഗതി വെസ്റ്റേണൈസിങ് മോഡേണിസം എന്നുള്ള, ശരിക്കും വെസ്റ്റാണ് അതിജയിച്ചു കൊണ്ടിരിക്കുന്നത്, വെസ്റ്റിൻ്റെ ആ ഒരു കൾച്ചറിലേക്ക് നാം മാറണമെന്നുള്ള രീതിയിലേക്ക് ശരിക്കും ഇമ്പോസിങ് ആയിട്ടുള്ള ഒരു മോഡേണിസം ഒരു ഇതും പ്രവണതയും ഇതിനെ തുടർന്ന് വരുന്നു. തുർക്കിയിൽ കാണുന്നതാണ് ശരിക്കും കമാൽ അത്താതുർക്ക് കൊണ്ടുവന്നത്. ശരിക്കും വെസ്റ്റേൺ മോഡലിലേക്ക് കംപ്ലീറ്റ് ലാംഗ്വേജ് അറബിയിൽ തുർക്കി ഭാഷ എഴുതിയിരുന്ന വലത്തു നിന്ന് ഇടത്തോട്ടാണെങ്കിൽ അങ്ങനെയല്ല, ഇടത്തുനിന്ന് വലത്തോട്ട് എഴുതണമെന്നുള്ള രീതിയിൽ പോലും അദ്ദേഹം നിഷ്കർഷിക്കാണ്ടായിരുന്ന കാരണം കംപ്ലീറ്റ് ഒരു വെസ്റ്റേൺ മോഡലിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകാനുള്ള ശ്രമം വെസ്റ്റേണൈസിങ് മോഡേണിസം പിന്നീട് വന്നു. പിന്നീട് നമുക്ക് അറബ് സോഷ്യലിസം, അതും ശരിയല്ല, അദ്ദേഹത്തിന് എതിർത്തുകൊണ്ട് നമുക്കറിയാം ജമാൽ അബ്ദുൽ നാസറും മറ്റുള്ള കൊണ്ടുവന്ന അറബ് സോഷ്യലിസം കൊണ്ടുവന്നു. അതിൻ്റെയൊക്കെ ശേഷം പിന്നീട് 1960-കളുടെ ശേഷം നടന്ന വലിയ പ്രവണത, ഇതൊക്കെ ശരിക്കും ഈ വെസ്റ്റിനെ ഒരു വലിയ അപ്രമാദിത്വം കൽപ്പിച്ചുകൊണ്ടിരുന്ന ആ ഒരു പ്രവണത മാറി ശരിക്കും വെസ്റ്റ് ഫെയിലറാണ് എന്നുള്ള അദ്ദേഹം ഈ ജോൺ ഓബർട്ട് പോളിൻ്റെ തന്നെ അദ്ദേഹത്തിന് വേറെ കൃതിയിൽ പറയുന്നുണ്ട്. ശരിക്കും ദ ഫെയിലിയർ ഓഫ് ദ വെസ്റ്റ് എന്നുള്ളൊരു കൃത്യമായ ഒരു കോൺഷ്യസ്നെസ് മുസ്ലിം സമൂഹത്തിൽ രൂപപ്പെടുകയും, അപ്പോൾ വെസ്റ്റിലേക്ക് നീ നോക്കരുത്, നാം റിഫോം ചെയ്യണമെങ്കിൽ നമുക്കകത്ത് തന്നെ നോക്കേണ്ടത് അതിനെന്താണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് പുതിയ ഡിസ്കോഴ്സുകൾ കൊണ്ടുവരുന്നു. അതിന് ശരിക്കും ഊർജ്ജം പകരുന്ന ഒരു പ്രവണതയായിട്ട് ഏറ്റവും ഒരു കൾമിനേറ്റിംഗ് പോയിൻ്റായിട്ട് കാണാവുന്ന ഒരു സംഗതിയാണ് ഈ ഇസ്ലാമിക് റവല്യൂഷൻ ഇൻ ഇറാൻ. അതായത് വെസ്റ്റ് ഫെയിലറാണ്, കാരണം ഒരുപാട് സാമ്പത്തികമായ പ്രതിസന്ധി നമുക്കറിയാം, ഗ്രേറ്റ് ഡിപ്രഷൻ നമുക്കറിയാം. എന്ത് സംഭവിച്ചു? വേൾഡ് വാറുകൾ, മില്യൺസ് ഓഫ് പീപ്പിൾ were killed in the world war. So the science, whatever the science brought them, actually it was destructions.
It is not allowing us to promoting any kind of social progress, development. So what is at all, after all, what is progress and development? ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് കൺസെപ്റ്റ് വെസ്റ്റേൺ അവതരിപ്പിച്ച കാഴ്ചപ്പാടുകളൊക്കെ ഇങ്ങനെയുള്ള ഈ വേൾഡ് വാറിൻ്റെയും അതുപോലെ ഗ്രേറ്റ് ഡിപ്രഷൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ മാറി വരികയും നമുക്ക് വേണ്ടത് യഥാർത്ഥത്തിൽ വി ഹാവ് ടു ഗോ ബാക്ക് ടു അവർ ഒറിജിനൽ ഇസ്ലാമിക് ടെക്സ്റ്റ്, ഒറിജിനൽ ഇസ്ലാമിക് ട്രഡീഷൻസ്. ആൻഡ് വാട്ട് ഈസ് ഒറിജിനൽ? അത് കംപ്ലീറ്റ് ഇസ്ലാമിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇസ്ലാമിൻ്റെ കൺസെപ്റ്റുകളും ഇസ്ലാമിക് തിയറികളൊക്കെ ഊന്നിക്കൊണ്ട് തന്നെ ഇസ്ലാമിലേക്ക് അകത്തേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇത് ഇസ്ലാമിസം എന്നുള്ള പേരിൽ ഒരു ടെൻഡൻസി ആയിട്ട് വരുന്നുണ്ട്. ഇതിനകത്ത് ഒരുപാട്, ഇത് ഒരൊറ്റ സിംഗിൾ മൂവ്മെൻ്റ് അല്ല, ഇതിനകത്ത് പൊളിറ്റിക്കൽ മാത്രമല്ല ഇതിനകത്തുള്ളത്. പൊളിറ്റിക്കലുണ്ട്, സോഷ്യലുണ്ട്, എഡ്യൂക്കേഷനിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇസ്ലാമൈസേഷൻ ഓഫ് നോളേജ് എന്നുള്ള സംഗതി ഉണ്ടെങ്കിൽ ഇസ്ലാമൈസേഷൻ ട്രെൻഡ് നമുക്ക് ഈ മലേഷ്യയിലും മറ്റൊക്കെ തുടങ്ങിയ IIIT എത്തി കൂടുതലായിട്ട് കോൺട്രിബ്യൂഷൻ നടത്താൻ പറ്റിയില്ലെങ്കിലും ഒരു പുതിയ ഒരു ആശയം ലോകത്തിലേക്ക് തുടക്കം കുറിച്ചുള്ള ഇസ്ലാമൈസേഷൻ ഓഫ് നോളേജ്, അങ്ങനെയുള്ള ഇസ്ലാമൈസേഷൻ പൊളിറ്റിക്സ്, ഇസ്ലാമൈസേഷൻ ഡെമോക്രസി തുടങ്ങിയുള്ള എല്ലാ കാര്യം ഇസ്ലാമൈസേഷൻ എന്നുള്ള രീതിയിലേക്ക് ലോകം മാറി വരുന്ന ആ ഒരു സംഗതിയുണ്ട്. അപ്പോൾ ഞാൻ സമയം കഴിഞ്ഞിട്ടുണ്ട്, അടുത്ത സെഷൻ തുടങ്ങാറായിട്ടുണ്ട്. ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഞാൻ പറയുന്ന സംഗതി, നമ്മുടെ ഇതിനകത്ത് നിലവിലുള്ള ഈ പ്രവണതകളെ നോക്കിക്കാണുന്ന സമയത്ത്, ഈ റിഫോർമേഷനും അതുപോലെ റിവൈവലിസവും ഒക്കെ നോക്കിക്കാണുന്ന സമയത്ത് നമുക്ക് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ആശയക്കുഴപ്പങ്ങളും അത് യഥാർത്ഥത്തിൽ നമ്മുടെ കൃത്യമായി നാം തന്നെ റീഓർഗനൈസ് ചെയ്യുകയും ഇങ്ങനെയുള്ള ചർച്ചകളുടെ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുകൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്. അതായത് വെസ്റ്റ് അവതരിപ്പിക്കപ്പെടുന്ന പൗരോഹിത്യമോ കൺസർവേറ്റീവ്സമോ അല്ലെങ്കിൽ റിഗ്രസീവ് അല്ലെങ്കിൽ ഡിഗ്രസീവ് ട്രഡീഷൻസ് തുടങ്ങിയിട്ടുള്ള കാഴ്ചപ്പാടിന് അപ്പുറം യഥാർത്ഥത്തിൽ ഇസ്ലാം ഉൾക്കൊള്ളുന്ന ഈ റിവൈവൽ ആൻഡ് റിഫോം എന്നുള്ള തരംഗ ഫോഴ്സുകൾ യഥാർത്ഥത്തിൽ ആ ഫോഴ്സുകൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഒരു ഇസ്ലാമിക് ട്രഡീഷനകത്ത് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള അതിൻ്റെ യഥാർത്ഥ സ്പിരിറ്റ് കണ്ടെത്താനും മനസ്സിലാക്കാനും അതിന് കൂടുതൽ വിശകലന വിധേയമാക്കാനും നമുക്ക് സാധ്യമാവേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ അവതരിപ്പിക്കപ്പെടുന്ന എല്ലാ പ്രബന്ധങ്ങളും യഥാർത്ഥത്തിൽ അത്തരം ഒരു ദിശയിലേക്ക് നമുക്ക് ദർശനം നൽകുന്ന കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. എന്നെ ഇതുവരെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് വാഹൃദാവൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നോട് ചോദിച്ചുള്ള ചോദ്യം, നമുക്ക് ഇങ്ങനെ പരിഷ്കരണം എങ്ങനെ സാധ്യമാണെന്നുള്ളത്. പരിഷ്കരണം വേണോ വേണ്ടേ, അതുപോലെ പരിഷ്കരണം സാധ്യമാണോ? സ്വാഭാവികമാണ്, നമുക്കറിയാം ഈ പരിഷ്കരണം എന്തായാലും വേണ്ടത് സംഗതി തന്നെയാണ്. ട്രാൻസ്ഫോർമേഷൻ മാറാൻ ഒരിക്കലും ഒരു കമ്മ്യൂണിറ്റിക്ക് സൊസൈറ്റിക്ക് സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിലനിൽക്കാൻ സാധ്യമല്ല. ഡൈനാമിക് ആയിരിക്കണം, കൾച്ചറും ഡൈനാമിക് ആയിരിക്കണം, സമൂഹം ഡൈനാമിക് ആയിരിക്കണം, അതല്ലാതെ നിലനിൽപ്പില്ല. അപ്പോൾ പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള ആര് മാറണം, സമൂഹം മാറണോ മതം മാറണോ എന്നുള്ളിടത്താണ് പ്രശ്നം വരുന്നതൊക്കെ. നമ്മളെ മത പരിവർത്തനം, മതപരിഷ്കരണം എന്ന് പറഞ്ഞിടത്ത പ്രശ്നങ്ങൾ നടക്കുന്നത്. സോഷ്യൽ റിഫോർമേഷൻ ഓൾവേസ് വെൽക്കം ആൻഡ് വിച്ച് ഓൾവേസ് ഷുഡ് ബി ദെയർ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ സോഷ്യൽ റിഫോർമേഷനും അതുപോലെ റിലീജിയസ് റിഫോമും രണ്ടാണ്. റിലീജിയസ് റിഫോം ചെയ്യപ്പെടേണ്ടതില്ല, പക്ഷേ സോഷ്യൽ റിഫോം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഈ റിലീജിയൻ റിഫോം ചെയ്യപ്പെടാതെ സോഷ്യൽ റിഫോം എങ്ങനെ സാധ്യമാണെന്നുള്ളിടത്താണ് യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. കാരണം ഈ റിലീജിയനെ മനസ്സിലാക്കുന്നിടത്ത് പലപ്പോഴും മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിക്കാറുണ്ട്. അതുകൊണ്ടാണ് റിലീജിയനകത്ത് ശരിക്കും കൃത്യമായി പറയുകയാണെങ്കിൽ അത് മനസ്സിലാക്കേണ്ട നമ്മളെ ഈ സോഷ്യൽ പ്രാക്ടീസുമായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കുമ്പോൾ രണ്ട് കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് രണ്ട് തരം വാല്യൂ സിസ്റ്റം ഉണ്ട് ഇസ്ലാമിനകത്ത്, അതല്ലെങ്കിൽ മറ്റുള്ള റിലീജിയൻ. ഇസ്ലാമിൽ കൃത്യമായിട്ടും അങ്ങനെ തന്നെയാണ്. അത് വളരെ ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള വാല്യൂ, അതത്ര ക്ലിയർലി ഡിഫൈൻ അല്ലെങ്കിൽ മോറൽ പ്രിൻസിപ്പിൾസ് രണ്ടെണ്ണം ഉണ്ട്. ക്ലിയർലി ഡിഫൈൻ ആയിട്ടുള്ള പ്രാക്ടീസുകൾ അല്ലെങ്കിൽ ക്ലിയർലി ഡിഫൈൻ ചെയ്യപ്പെടാത്ത പ്രാക്ടീസുകൾ, പക്ഷേ വാല്യൂസും പ്രിൻസിപ്പിൾസും ഡിഫൈൻഡ് വേണം. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ നിസ്കാരങ്ങൾ, ഇതുപോലെ നമ്മൾ ഫണ്ടമെൻ്റൽ വർഷിപ്പുകൾ, അതിന് കൃത്യമായിട്ടുള്ള എന്തുണ്ട് ഇൻ റൈറ്റിംഗ് ടെക്സ്റ്റൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ്, prescriptions are there. But there are many practices which are not based on what actually the clear textual something like, but we are just moral principles. ഉദാഹരണത്തിന് നമ്മൾ ഡ്രസ്സ് ധരിക്കണം എന്നുള്ളത്, മുട്ടുപൊക്കലിനിടയിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അത് എന്ത് ധരിക്കണം, തുണി ധരിക്കണോ, പൈജാമ ധരിക്കണോ, അല്ലെങ്കിൽ കന്തൂറ ധരിക്കണോ എന്ന് ചോദിച്ചാൽ അതിന് ഒരു പ്രാധാന്യമില്ല. പ്രാക്ടീസ് എന്തോ അവിടെ മോറൽ പ്രിൻസിപ്പിൾസിനാണ് പ്രാധാന്യം. ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ ഈ വാല്യൂ സിസ്റ്റത്തെ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. അപ്പോൾ ചില സമൂഹത്തിൽ മാറേണ്ട സമയത്ത് ഇങ്ങനെയുള്ള ഇപ്പോൾ ഈ വുമൺ എഡ്യൂക്കേഷൻ എന്നുള്ള സംഗതി നമുക്കറിയാം, ഈ വുമൺ ലീഡർഷിപ്പിനെ കുറിച്ചുള്ള സംഗതികൾ അറിയാം. ഇതൊക്കെ ശരിക്കും ഇസ്ലാമിനകത്ത് തന്നെയുള്ള വാല്യൂകൾ അകത്തുണ്ട്. ഈ വാല്യൂ നാം എങ്ങനെ മനസ്സിലാക്കുന്നു, എങ്ങനെ റിഫൈൻ ചെയ്യുന്നു, അതെങ്ങനെ സമൂഹം സംശയിക്കും, അതിനനുസരിച്ചാണ്. എൻ്റെ സാറ് ഒരിക്കൽ എന്നോട് ചോദിക്കേണ്ടത് 15-ാം നൂറ്റാണ്ടിലാണ്, ഇത് 15-ാം നൂറ്റാണ്ടാണ് ഇത് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും 1440 ഹിജ്റ കലണ്ടർ. ഇത് ശരിക്കും നവോത്ഥാനത്തിൻ്റെ കാലഘട്ടമല്ലേ എന്ന്.
കാരണം 15-ാം നൂറ്റാണ്ടിലാണോ നവോത്ഥാനം സംഭവിച്ചത് ക്രിസ്ത്യാനിറ്റിയിൽ, അതേപോലെ നവോത്ഥാനം സംഭവിക്കേണ്ട 15-ാം നൂറ്റാണ്ടാണ് മുസ്ലിങ്ങൾക്ക് എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിന് വർഷങ്ങൾക്കനുസരിച്ച് കൃത്യം നൂറ്റാണ്ട് വരുമ്പോൾ സംഭവിക്കേണ്ട പ്രവണതയാണ്. ശരിക്കും അങ്ങനെയുള്ള പ്രവണതയ്ക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെ ഒരു റിഫോർമേഷൻ എന്തുകൊണ്ട് സാധ്യമായി, അല്ലെങ്കിൽ എന്തുകൊണ്ട് വേണ്ടി വന്നു, ഇസ്ലാമിനകത്ത് അങ്ങനെ വേണോ ഉണ്ട് ഇല്ലെന്നുള്ളത് ആലോചിക്കാവുന്നതാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇസ്ലാമിക് ടെക്സ്റ്റ് ട്രഡീഷൻ, ഇസ്ലാം എന്നുള്ളത് തന്നെ വളരെ ക്ലിയർലി ഇറ്റ് ഈസ് ഓപ്പൺ ടു ഓൾ, ആക്സസിബിൾ ആണ്. മറ്റുള്ള മതങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ആയിരുന്നു, കൃത്യമായ ചില വിഭാഗങ്ങൾക്കായിരുന്നു. നമ്മളൊരു പൗരോഹിത്യം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട ഒരു വിഭാഗം ഒരിക്കലും ഇസ്ലാമിനകത്ത് വരുന്നേ ഇല്ല. അത് ശരിക്കും ക്രിസ്ത്യൻ വിഭാഗത്തിൽ അങ്ങനെ ക്ലർജി എന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു. ഉലമ എന്നുള്ള വിഭാഗത്തിന് ആർക്കും ഉലമ ആവുകയും അങ്ങനെ ഒരു പ്രത്യേകമായിട്ട് ഒരു സോഷ്യൽ ഹൈറാർക്കി നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഇതുണ്ടായിരുന്നില്ല. ആ ഒരു സിസ്റ്റം ഒരിക്കലും മുസ്ലിം സമൂഹത്തിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നില്ല. സമൂഹത്തിനകത്ത് പിന്നെ അതുപോലെ നമുക്കറിയാം അവിടെ ഉണ്ടായിരുന്ന പിന്നെ ഒരു എസ്റ്റേറ്റ് സംവിധാനം, ഫ്യൂഡൽ സംവിധാനത്തിലുള്ള എസ്റ്റേറ്റ് സംവിധാനത്തിലുള്ള ക്ലർജിയുടെ ലെയർ എവിടെയായിരുന്നു, കിങ്ഡത്തിൻ്റെ മാസിൻ്റെയും അത് പെസൻസിൻ്റെയൊക്കെ ആ ഹൈറാർക്കി ഇവിടെ വന്നിരുന്നു. പക്ഷേ മുസ്ലിം സമൂഹത്തിൽ കിങ് എന്ന് പറയുന്ന ഖലീഫയും അതുപോലെ ആലിമും അതുപോലെ ഈ സുൽത്താനും അതുപോലെ അമീറും അതുപോലെ ഈ കോമൺ അവാമുന്നാസും തമ്മിലുള്ള ബന്ധം, അങ്ങനെ ഒരു ഹൈറാർക്കി ഇല്ല അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരുപാട് സംഗതികൾ നമ്മുടെ ഈ ഭാഗധേയത്വങ്ങൾ നിർണ്ണയിക്കുന്നിടത്ത് അല്ലെങ്കിൽ സോഷ്യൽ റോളുകൾ നിർണ്ണയിക്കുന്നിടത്തൊക്കെ നാം നമ്മുടെ പ്രിൻസിപ്പിൾസിനൊക്കെ നമ്മുടെ വാല്യൂക്കകത്തേക്ക് കയറി അല്ലെങ്കിൽ അതിനെ പുനരവതരിപ്പിക്കാനുള്ള പുതിയ മനസ്സിലാക്കാനുള്ള കാഴ്ചപ്പാടുകളും ശ്രമങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്ന് കേരളത്തിൽ പോലും പലതിനെയും നമ്മൾ എതിർത്തിരുന്ന പല സംഗതികളും പിന്നീട് നാം സ്വീകരിക്കുന്ന സംഗതികളൊക്കെ വരുന്നത് എന്തുകൊണ്ട് വെച്ചാൽ യഥാർത്ഥത്തിലുള്ള ആ ഒരു വാല്യൂകളെ കുറിച്ചുള്ള പ്രിൻസിപ്പിളിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ വന്നു എന്നുള്ളതാണ്. അത് ഏത് സമയത്തും സാധ്യമാണ്. അങ്ങനെയാണ് നാം വീണ്ടും മുന്നോട്ട് ചലിക്കേണ്ടത് എന്നാണ് തോന്നുന്നത്.